വിശദമായ വാർത്തകളിലേക്ക്. ഉപ്പുതറ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിലൂടെയാണ് അനർഹരായവർ ലൈഫിൽ പണം തട്ടിയതെന്ന് BJP ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ. മാനദണ്ഡം കാറ്റിൽ പറത്തി ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് ബ്ലോക്ക് പ്രസിഡന്റ് VP ജോൺ വീട് സ്വന്തമാക്കിയത് കണ്ടെത്തിയത് BJPക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശത്തിലൂടെയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൾ VTക്കും മാനദണ്ഡത്തിനപ്പുറം സ്വത്തുണ്ട്. അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നും 1,19 ലക്ഷം രൂപ തിരികെ പിടിക്കും വരെ സമരവും നിയമ നടപടിയും BJPയുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ 2020 ശേഷം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് മുൻ CPMന്റെ ലോക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള VP ജോണിന് വീട് അനുവദിക്കുകയും ആ വീടിൻ്റെ ഗഡുക്കൾ കൈമാറിയപ്പോൾ തന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ വിവരാശം വെക്കുകയും വിവരാശത്ത് അദ്ദേഹത്തിന് 3 സെന്റ് സ്ഥലമാണ് എന്നുള്ള സത്യവാങ്മൂലവും സർട്ടിഫിക്കറ്റും വില്ലേജിൽ നിന്ന് വാങ്ങിയ സർട്ടിഫിക്കറ്റും കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അന്ന് വീട് അദ്ദേഹത്തിന് അനുവദിച്ച് ആദ്യ ഗഡു കൊടുത്തത്. ഇതിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്ന പേപ്പറുമായി ബന്ധപ്പെട്ട് ഉപ്പുതറ വില്ലേജ് ഓഫീസിൽ സമീപിക്കുകയും വില്ലേജ് ഓഫീസിൽ ഇതിന് വേണ്ടിയിട്ട് വിവരാശം വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ 1.5 ഏക്കർ വസ്തുവുണ്ട്, അതിന് കരമടയ്ക്കുന്ന വസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് രേഖ നമുക്ക് ലഭിക്കാനുണ്ടായി. ആ പേപ്പറുമായി വീണ്ടും പഞ്ചായത്തിൽ വരുമ്പോഴാണ് തങ്ങളെ കബളിപ്പിക്കപ്പെട്ടു എന്ന് അറിയുന്നത്. വിട്ടുകൊണ്ട് അതിന് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നിലവിൽ ഉപ്പുതറ പഞ്ചായത്തിൽ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് കോൺഗ്രസും ഇതിന് സമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ ഉൾപ്പെടെയുള്ളവർ ഇതേ മാനദണ്ഡത്തിൽപ്പെടുന്ന ആൾക്കാർ. അദ്ദേഹത്തിന് വസ്തു കൂടുതലുണ്ട്, കൂടാതെ അതിന് വാസയോഗ്യമായ വീടുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് 3 സെൻറ്റിൻ്റെ കൈവശ രേഖ വാങ്ങിക്കൊണ്ട് അദ്ദേഹവും ലൈഫ് മിഷൻ്റെ ഫണ്ട് വാങ്ങിക്കുക എന്ന് മാത്രമല്ല, ഒരു വീടിന് ഫണ്ട് അനുവദിച്ച് നിർമ്മിച്ചു കഴിഞ്ഞാൽ 8 വർഷത്തിനുള്ളിൽ അത് കൈമാറ്റം ചെയ്യുവാൻ പാടില്ല എന്നും നിലനിൽക്കുന്ന നിയമം നിലനിൽക്കും. 3 മാസത്തിനുള്ളിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് വീട് വിൽക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 27ഓളം അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന ഭവന നിർമ്മാണമാണ് ലൈഫ് മിഷൻ പദ്ധതി ഉപ്പുതറയിൽ നടപ്പിലാക്കിയത്. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുന്നവരെ BJP പഞ്ചായത്ത് പഠിക്കലും അതോടൊപ്പം തന്നെ നിയമ നടപടികൾക്കും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്.